മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി സിനിമാ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. നാളെ രാവിലെ 10 മണിക്ക് എറണാകുളം കാട്ടനാട്ടെ വീട്ടുവളപ്പിലാണ് ശ്രീനിവാസന്റെ സംസ്കാരം. വിവരങ്ങളുമായി വിനയാണ് ചേരുന്നത്. വിനയ, എന്തായാലും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനും സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ശ്രീനിവാസൻ. വാക്കുകൾ അദ്ദേഹത്തെ പറ്റി വിവരിക്കുമ്പോൾ വാക്കുകളില്ല എന്ന് വേണം പറയാൻ. പെട്ടെന്നുള്ളൊരു വിയോഗം മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ ലോക സിനിമയുടെ ഒരു പ്രതിഭ എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. സഹപ്രവർത്തകരടക്കം ലോക സിനിമയുടെ പ്രതിഭ എന്ന രീതിയിലാണ് ശ്രീനിവാസനെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൊതുദർശനമെല്ലാം പൂർത്തിയായോ? എങ്ങനെയാണ് വിനയ? ടൗൺ ഹാളിലുള്ള പൊതുദർശനം ഇപ്പോൾ പൂർത്തിയായ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ ഭൗതിക ശരീരം കൊണ്ടുപോയിട്ടുണ്ട്. ഇനി വീട്ടിലാണ് പൊതുദർശനമുള്ളത്. ഈ ഒരു രാത്രി വീട്ടിൽ തന്നെയാണ് ഭൗതിക ശരീരം വെക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ അന്ത്യം, നടൻ ശ്രീനിവാസന്റെ അന്ത്യം അറിഞ്ഞത് മുതൽ തന്നെ സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരടക്കം തന്നെ സ്ഥലത്തെത്തി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ടായിരുന്നു. രാവിലെ മമ്മൂട്ടി അടക്കം തന്നെ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ 10 മണി മുതൽ 12 മണി വരെയായിരുന്നു വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 മണി മുതൽ 3 മണി വരെ എന്നായിരുന്നു ടൗൺ ഹാളിൽ നിശ്ചയിച്ച സമയം. എന്നാൽ ജനത്തിരക്ക് കാരണം അതും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഏകദേശം 4 മണിവരെ ടൗൺ ഹാളിൽ പൊതുദർശനം നടത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് തൃപ്പൂണിത്തറയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള പ്രമുഖർ, സത്യനന്ദിക്കാട് തുടങ്ങിയ സംവിധായകരടക്കം തന്നെ സ്ഥലത്തെത്തി അവസാനമായും തന്റെ പ്രിയപ്പെട്ട ശ്രേണിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയടക്കം കണ്ടതാണ്. കാരണം അത്രത്തോളം, അല്ലെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു വ്യക്തി, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത വ്യക്തി, ആക്ഷേപഹാസ്യത്തിലൂടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വ്യക്തി. അങ്ങനെ വിശേഷണങ്ങൾ പലതാണ്. അഭിനേതാവാണ്, തിരക്കഥാകൃത്താണ്, സംവിധാനം ചെയ്തിട്ടുണ്ട്, കാർഷിക മേഖലയിൽ തിളങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി ശ്രീനിവാസൻ കയ്യെത്താത്ത, അല്ലെങ്കിൽ ശ്രീനിവാസന്റെ കയ്യെത്താത്ത ഒരു മേഖലയും ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്തരത്തിൽ വലിയൊരു നടൻ എന്ന് തന്നെ, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയായിരുന്നു ശ്രീനിവാസൻ എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇന്ന് ടൗൺ ഹാളിൽ നടത്തിയ പൊതുദർശന പരിപാടിയിലടക്കം തന്നെ കണ്ടതും അത് തന്നെയായിരുന്നു. എത്രത്തോളം മലയാളികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു ശ്രീനിവാസൻ എന്നത് ടൗൺ ഹാളിൽ ഉണ്ടായിരുന്ന പൊതുദർശന പരിപാടിയിൽ നമുക്ക് മനസ്സിലാകും. ഒരു നീണ്ട നിര തന്നെ, മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഒരു നിര തന്നെയായിരുന്നു ടൗൺ ഹാളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ വലിയ, അല്ലെങ്കിൽ ഒരു മഹാപ്രതിഭ തന്നെയാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടെയാണ് ഈ സംസ്കാര പരിപാടികളടക്കം തന്നെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ തൃപ്പൂണിത്തറയിലുള്ള വീട്ടുവളപ്പിൽ വെച്ചാണ് ഈ സംസ്കാര പരിപാടികളടക്കം തന്നെ സംഘടിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഏകദേശം 48 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതം. ഈ 48 വർഷത്തിൽ 200-ലധികം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്, ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മഹാപ്രതിഭ തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. വിനയ, എന്തായാലും സാംസ്കാരിക കേരളത്തിൽ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും പ്രതിഭ എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ. കാരണം 200-ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവായും ഇങ്ങനെ പല മേഖലകൾ, അദ്ദേഹം കൈ വയ്ക്കാത്ത മേഖലകളില്ല എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ കണ്ണൂരുകാരനാണ്, കണ്ണൂരിൽ കൂത്തുപറമ്പ് ജനിച്ച വ്യക്തിയാണ്. പക്ഷേ എറണാകുളത്താണ് ഇപ്പോൾ സ്ഥിരതാമസം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. എന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒടുവിലും ഈ പൊതുസമൂഹങ്ങളിൽ ചില ചർച്ചകളിലും ചില ചടങ്ങുകളിലൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്തു എന്നൊരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നായിരുന്നു നടൻ മോഹൻലാൽ പറഞ്ഞതുപോലെ ഒരു യാത്ര പറയാതെ, ഒരു സൂചന പോലും നൽകാതെ പെട്ടെന്നൊരു പോക്കാണ് അദ്ദേഹം പോയി എന്നതാണ് മോഹൻലാലും പറഞ്ഞത്. എന്നോട് യാത്ര പറയാതാണ് ശ്രീനി പോയത് എന്നുകൂടി പറയുന്നുണ്ട്. നിരവധി സിനിമകൾ ശ്രീനിവാസനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നിരവധി സിനിമകളാണുള്ളത്. പ്രത്യേകിച്ച് നടൻ മോഹൻലാലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓർക്കുകയാണെങ്കിൽ ദാസനും വിജയനും എന്ന് പറയുമ്പോൾ ദാസൻ്റെ വിജയൻ പോയി എന്നൊരു ഇതുകൂടിയാണ് പറയുന്നത്. നാടോടിക്കാറ്റിൽ അവരുടെ ഒരു കോമ്പിനേഷൻ പല സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു
അഭിനയം ഏറ്റവും എടുത്തു പറയേണ്ടത് സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും കാണാൻ കഴിയുന്നത്. ആദ്യ സിനിമയായ മണിമുഴക്കത്തിൽ നിന്ന് തുടങ്ങി പിന്നെ പ്രേക്ഷക പ്രീതി നേടിയ മിഥുനം, അതോടൊപ്പം തന്നെ പൊന്മുട്ടയിടുന്ന താറാവ്, അങ്ങനെ നിരവധി സിനിമകളുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് നിരവധി സിനിമകളാണ്. കാരണം എണ്ണിയാ തീരാത്ത സിനിമകൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് പല ഇൻ്റർവ്യൂകൾ അദ്ദേഹത്തിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ നോർമലായ ഒരു ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ലളിതമായ ഭാഷയിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. വടക്ക് നോക്കി യന്ത്രമടക്കം, ചിന്താവിഷ്ടയായ ശ്യാമളയിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം മികച്ചതാണ്. 5 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വരെ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ സിനിമയോടൊപ്പം തന്നെ ഒരു കൃഷി എന്നൊരു മേഖലയിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. കൃഷി ഇഷ്ടപ്പെടുകയും മണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് എറണാകുളത്ത് വന്ന് താമസം പോലും തുടങ്ങിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവർ കൃത്യമായ രീതിയിൽ പരിചരിച്ച് കൊണ്ടുപോവുകയാണ്. ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു പൊതുചടങ്ങിൽ പോവുകയാണെങ്കിലും ഒരു കുഞ്ഞുകുട്ടിയെ പാമ്പർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞുകുട്ടിയെ പരിചരിക്കുന്നത് പോലെയാണ് ശ്രീനിവാസനെ ആ കുടുംബമെല്ലാം പരിചരിച്ചത്. എന്തായാലും അപ്രതീക്ഷിത ഒരു വിയോഗം എന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും ദർബാർ ഹാളിൽ ടൗൺ ഹാളിൽ, എറണാകുളം ടൗൺ ഹാളിൽ ഒരു ജനസാഗരമാണ്, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ജനസാഗരമാണ് ഒഴുകി എത്തിയത് എന്ന് വേണം പറയാൻ. സത്യൻ അന്ത്യക്കാടിൻ്റെയും പ്രിയദർശൻ്റെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഇദ്ദേഹത്തെ വെച്ച് തന്നെയാണ്. പല സിനിമകളും ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. നടൻ മമ്മൂട്ടിയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധവും വളരെ ആഴമുള്ളതാണ്. മമ്മൂട്ടി പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയ്ക്ക് ഒരു ക്യാഷ് അല്ലെങ്കിൽ പണമായി തന്നത് ശ്രീനിയാണ്, എനിക്ക് 500 രൂപ ചെക്കായി ആദ്യമായി എനിക്ക് തന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഇടയിലും ഒരു ശ്രീനി അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്നുള്ളൊരു ചുരുക്കപ്പേരായ ശ്രീനി എല്ലാവരുടെ ഇടയിലും ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. അല്ലേ വിനയ? മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നടൻ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. നാളെ രാവിലെ 10 മണിക്ക് എറണാകുളം വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം. വലിയ താരപ്രഭ